മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയവുമായി പ്രധാന പ്രതിപക്ഷ കക്ഷിയായ മാലദ്വീപ്യൻ ഡെമോക്രാറ്റിക് പാർട്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. MDP ഇംപീച്ച്മെന്റിനായി ഒപ്പുശേഖരണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. MDPയുടെയും ഡെമോക്രാറ്റുകളുടെയും 34 പ്രതിനിധികൾ ഇംപീച്ച്മെന്റിനുള്ള പ്രമേയത്തിന് പിന്തുണ നൽകിയെന്നാണ് വാർത്ത. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയോട് കടുത്ത ആഭിമുഖ്യം പുലർത്തുന്നതായി വിമർശനങ്ങൾ ശക്തമായിരിക്കുകയാണ്. അതിനിടെ ചൈനീസ് ചാരക്കപ്പലിന് രാജ്യത്ത് നങ്കൂരമിടാൻ അനുമതി കൊടുത്തത് പാർലമെന്റിൽ വലിയ ബഹളത്തിന് ഇടയാക്കിയിരുന്നു. അതിനിടെ മാലദ്വീപ് പ്രസിഡന്റിന്റെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. MPമാർ പരസ്പരം മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നതോടുകൂടി മാലദ്വീപിന് ആകെ നാണക്കേടായിരിക്കുകയാണ്. അതിനിടെ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് മാലദ്വീപ് ടൂറിസം. ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം ഡിസംബറിൽ 2ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ജനുവരിയിൽ അത് 5ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. മാലദ്വീപ് ടൂറിസം മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഇന്ത്യക്കാർ അധികവും അവധിക്കാലം ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തിരുന്ന ഇഷ്ട ഇടമായിരുന്നു മാലദ്വീപ്. ജനുവരി മാസം 28ാം തീയതി വരെ 13,989 പേർ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലെത്തിയത്. രാജ്യത്തിൻ്റെ ടൂറിസം വിപണിയുടെ 8% വരുമിത്. നേരത്തെ 23.4% വിഹിതമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടെ വിദേശ സഞ്ചാരികളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ 5ാം സ്ഥാനത്താവുകയും ചെയ്തു. ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭാരതത്തെയും അവഹേളിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2023 ഡിസംബറിൽ 1,74,416 റഷ്യൻ പൗരന്മാരാണ് മാലദ്വീപിലെത്തിയത്. ഇതോടെ 24.1% വിപണി വിഹിതവുമായി റഷ്യയാണ് 1ാം സ്ഥാനത്തെത്തിയത്. 1,61,751 വിനോദസഞ്ചാരികളുമായി 23.4% വിഹിതവുമായി ഇന്ത്യ 2ാം സ്ഥാനത്തും എത്തിയിരുന്നു. അതിനിടെയാണ് നയതന്ത്ര ബന്ധം ആടിയുലഞ്ഞത്. ഇതോടെ സഞ്ചാരികളുടെ എണ്ണവും വിപണി വിഹിതവും ഗണ്യമായി കുറയുകയും ചെയ്തു. മാലദ്വീപിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ തന്നെ ഇത് പ്രകടമായ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. സമ്പദ്വ്യവസ്ഥയെ ത്വരിതപ്പെടുത്താൻ ടൂറിസത്തെ ആശ്രയിക്കുന്ന രാജ്യമാണ് മാലദ്വീപ്. ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് സമ്പദ്വ്യവസ്ഥയുടെ ഏകദേശം 1/3 വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത്. മാലദ്വീപ് സന്ദർശിക്കുന്നവരിൽ അധികവും ഇന്ത്യക്കാരായിരുന്നു. 2023 2,09,198 പേരാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപ് സന്ദർശിച്ചത്. ടൂറിസം വിപണിയുടെ 11% വരുമിത്. 2018 മുതൽ വിനോദസഞ്ചാരികളുടെ വരവ് കൂടുതലും ഇന്ത്യയിൽ നിന്നായിരുന്നു. ഇതിനിടെയാണ് രാജ്യത്തെങ്ങും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിച്ച് മാലദ്വീപ് മന്ത്രിമാർ വിവാദ പരാമർശം നടത്തിയത്. പിന്നാലെ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാലദ്വീപിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിംഗ് റദ്ദാക്കുന്നതായി നിരവധി ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ പ്രഖ്യാപിച്ചിരുന്നു. നയതന്ത്ര തർക്കത്തിന് ശേഷം മാലദ്വീപ് സന്ദർശിക്കാനുള്ള പദ്ധതികൾ മാറ്റുകയും റദ്ദാക്കിയ ടിക്കറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും മറ്റും സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നു. ബോയ്ക്കോട്ട് മാലദ്വീപ്സ് ക്യാമ്പയിൻ തന്നെ ഉടലെടുക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് തകർച്ചയിലേക്ക് മാലദ്വീപ് ടൂറിസം കൂപ്പുകുത്തിയിരിക്കുന്നത്. അതിനിടെ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത മറ്റൊരു ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ കൂടി മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. കപ്പലിലുണ്ടായിരുന്ന പാകിസ്ഥാൻകാരായ 19 ജീവനക്കാരെയും രക്ഷിക്കുകയും കടൽക്കൊള്ളക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ യുദ്ധക്കപ്പലായ INS സുമിത്രയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ FP അൽ നയിമിനെയാണ് 11 അംഗ കൊള്ളസംഘം തട്ടിയെടുത്തത്. കപ്പലിലുണ്ടായിരുന്ന പാകിസ്ഥാൻകാരായ 19 ജീവനക്കാരെയും ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. തട്ടിയെടുത്ത കപ്പൽ തടഞ്ഞ ഇന്ത്യൻ നാവികസേന കടൽക്കൊള്ളക്കാരെ കീഴടക്കി ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ FEV ഇമാനും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച് 17 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇറാൻ കപ്പലിൽ നിന്ന് അപായകരമായ മുന്നറിയിപ്പ് ലഭിച്ചയുടൻ INS സുമിത്ര എന്ന പടക്കപ്പൽ വിന്യസിച്ചാണ് ഇന്ത്യ രക്ഷാദൗത്യം നടത്തിയത്. സൊമാലിയയുടെ കിഴക്കൻ തീരത്ത് ഏദൻ കടലിടുക്കിൽ നിരീക്ഷണം നടത്തുന്നതിനിടെയാണ് അപായ സന്ദേശം എത്തിയത്. സന്ദേശം ലഭിച്ചയുടൻ ഇന്ത്യൻ സേന ഇടപെട്ട് ഇറാൻ കപ്പലിലുള്ളവരെയും കപ്പലും മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ കപ്പലിലെ ധ്രുവ് ഹെലികോപ്റ്ററിൽ ചെന്നാണ് ഇറാൻ കപ്പൽ മോചിപ്പിക്കണമെന്ന ആവശ്യം ആദ്യം നാവികസേന ഉന്നയിച്ചത്. എന്നാൽ കടൽക്കൊള്ളക്കാർ ഇതിന് തയ്യാറായില്ല. തുടർന്ന് വിപുലമായ രക്ഷാദൗത്യം നടത്തുകയും ചെയ്തിട്ടാണ് ഇവരെ പുറത്തെത്തിച്ചത്.